ഇലക്ഷൻ കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. പ്രസിഡന്റ് ഒരു ഭരണഘടനാ പദവിയാണ്, ഗവർണർമാർ ഭരണഘടനാ പദവിയാണ്. ഇന്ത്യൻ ഭരണഘടനയെ നമ്മൾ ബഹുമാനിക്കും. എല്ലാവരും മുട്ടിന് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകാരും ബി ജെ പിക്കാരും RSSകാരും പിന്നെ മുസ്ലിം ലീഗ് എല്ലാവരും ഭരണഘടനയെ ഭയങ്കരമായിട്ട് ബഹുമാനിക്കും. പക്ഷെ ഭരണഘടനാ സ്ഥാപനങ്ങളെ നമുക്ക് ബഹുമാനിക്കണ്ടേ? അങ്ങനെ ഒരു ഭരണഘടനാ സ്ഥാപനമാണ് ഇലക്ഷൻ കമ്മീഷൻ. അതിനെ ബഹുമാനിച്ച് കഴിയൂ. ഞാൻ ഇലക്ഷൻ കമ്മീഷൻ്റെ വക്താവല്ല. നിയതമായ രൂപങ്ങളുണ്ട്. കള്ള വോട്ട് ചേർന്നു കേസ് കൊടുക്കണം. ആർക്ക്? ഇലക്ഷൻ കമ്മീഷൻ്റെ ശ്രദ്ധയിൽ എഴുതി കൊടുക്കണം. നീക്കാനായിട്ടൊരു പ്രൊസീജിയറുണ്ട്. അവർ അത് അന്വേഷിച്ച് നീക്കും. അത്രയേ ഉള്ളൂ അതിനകത്ത് പ്രൊസീജിയർ. അത് നടക്കുന്നില്ല. സത്യവാങ്മൂലം മൂലം കൊടുക്കണം. അത് നടക്കുന്നില്ല. ഇനി പിന്നെ ഇലക്ഷൻ കമ്മീഷൻ അങ്ങനെ തലതിരിഞ്ഞ് കാണാൻ കോടതിയിൽ പോവാം. അത് നടക്കുന്നില്ല. തെരുവിൽ ഗോഹോവിളിയാണ് നടക്കുന്നത് ഇവിടെ. ഓരോ പാർട്ടികളും എല്ലാ പാർട്ടിയും, ഞാൻ ഒരു പാർട്ടിയെ പറയുന്നില്ല, രാഹുൽ ഗാന്ധി സീരിയസ് ആയിട്ട് ഇതിന് ഇറങ്ങിയിട്ടുണ്ടെന്നേ ഉള്ളൂ. എല്ലാ പാർട്ടികളും അവരവരുടെ ലെവലിൽ ബൂത്ത് മുതൽ പാർലമെൻറ്റ് വരെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഇത് ആരോപിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ വയനാട് കുഴപ്പമാണെന്ന് പറഞ്ഞ് BJP രംഗത്ത് വന്നിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്കയുടെയും ഇലക്ഷൻ പരിശോധിക്കണമെന്ന് പറഞ്ഞ് BJP രംഗത്ത് വന്നിട്ടുണ്ട്. സുരേഷ് ഗോപിയുടെ അത് പരിശോധിക്കണമെന്ന് പറഞ്ഞ് CPI രംഗത്ത് വന്നിട്ടുണ്ട്. കോൺഗ്രസ്സുകാർ പലയിടത്തും ജയിച്ചത് അസംബ്ലി മണ്ഡലത്തിൽ പരിശോധിക്കണമെന്ന് CPM വന്നിട്ടുണ്ട്. CPMൻ്റെ പരിശോധിക്കണമെന്ന് പറഞ്ഞ് കോൺഗ്രസ് വന്നിട്ടുണ്ട്. ഇത് വ്യാപകമായിട്ട് വന്നിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് വരുമ്പോഴുള്ള പ്രശ്നം, ഇലക്ഷൻ്റെ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് BLOമാരാണ് ഈ കേസ് ഇത് ചെയ്യുന്നത്. വലിയ ഉദ്യോഗസ്ഥ സംവിധാനമാണ്. ഇനി BLOമാർക്ക് മാത്രമല്ല, റവന്യൂ വകുപ്പുണ്ട്. ഇവിടെ രാജൻ്റെ റവന്യൂ വകുപ്പുണ്ട്. റവന്യൂ വകുപ്പല്ലേ ഇതെല്ലാം, ഉദ്യോഗസ്ഥരല്ലേ ഇതെല്ലാം കൺസോൾട്ടേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ജില്ലയിൽ കളക്ടർമാർ കൺസോൾട്ടേറ്റ് ചെയ്യും. സംസ്ഥാനത്ത് പിന്നെ റവന്യൂ വകുപ്പുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥരാണ് മുഴുവൻ കൺസോൾട്ടേറ്റ് ചെയ്യുന്നത്. താഴേക്ക് വന്ന വില്ലേജ് ഓഫീസർ വരെയുള്ള ആളുകൾ ഇതിനകത്ത് വലിയ കോൺട്രിബ്യൂഷൻ ചെയ്യുന്നവരാണ്. അപ്പോൾ അവർ ശരിക്കും പ്രതി ആരാ? ഇപ്പോൾ കേരളത്തിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ കള്ള ലിസ്റ്റ് ചേർന്നിട്ടുണ്ടെങ്കിൽ പ്രതികൾ ഇലക്ഷൻ കമ്മീഷനാണോ? അല്ലല്ലോ. ഒന്നാമത്തെ പ്രതി ഇത് ചേർത്ത ഉദ്യോഗസ്ഥർ അവർ റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥരാണ്. രണ്ടാമത്തെ പ്രതി ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളാണെന്നേ. അവരിൽ ഇത് ചേർക്കുമ്പോൾ വെട്ടാനും പിടിക്കാനും ഓരോ വീടുകളിൽ പോയി നോക്കി, അതിനല്ലേ പാർട്ടികളും ബൂത്ത് കമ്മിറ്റിയൊക്കെ. അപ്പോൾ അതൊന്നും ആ കാലഘട്ടത്തിൽ നടന്നില്ല. പോട്ടെ, ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഇതിനകത്ത് രാഹുൽ ഗാന്ധി കണ്ടുപിടിച്ചു, ശരിയാണെന്ന് വിചാരിക്കുക. അതിനും പ്രൊസീജിയറുണ്ട്. ഈ പ്രൊസീജിയർ ഫോളോ ചെയ്യാതെ തെരുവിൽ ബഹളമുണ്ടാക്കിയതുകൊണ്ട് ഇതിൽ ഫലമുണ്ടാകുമോ? രാഷ്ട്രീയമായ നേട്ടമുണ്ടാകുമായിരിക്കും. അത് നടക്കട്ടെ. അതിനകത്ത് നമുക്ക് അഭിപ്രായമില്ല. രാഷ്ട്രീയ വെല്ലുവിളികൾക്കും രാഷ്ട്രീയ ഗോഹോവിളികൾക്കും ഒന്നും നമുക്ക് അഭിപ്രായമില്ല. പക്ഷേ രാജ്യത്തെ വ്യവസ്ഥാപിതമായ രീതികളിലൂടെ നമുക്ക് പോകേണ്ടേ? ആ രീതികളിലൂടെ അല്ല ഒരു രാഷ്ട്രീയ പാർട്ടിയും പോകുന്നത്. ഞാൻ രാഹുൽ ഗാന്ധി അല്ല പറയുന്നത്. കേരളത്തിലെ ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയും ആ വ്യവസ്ഥാപിതമായ രൂപത്തിലൂടെ പോകാതെ ഇതിനെ പൊളിറ്റിക്കൽ ഗെയിമാക്കി, പൊളിറ്റിക്കൽ അജണ്ടയാക്കി, അവരവർക്ക് പറ്റുന്ന രീതിയിലുള്ള വലിയ പരസ്യം കൊടുത്ത് ഇതിനെ ഒരു പൊളിറ്റിക്കൽ ക്യാമ്പയിനാക്കി മാറ്റുന്ന രീതിയുണ്ട്. അതൊരു ഭരണഘടനാ സ്ഥാപനത്തൊന്നും ചെയ്യുന്നത് രീതി ശരിയല്ല. അതുകൊണ്ട് നിർബന്ധമായും പ്രൊസീജിയറിനനുസരിച്ച് കാര്യങ്ങൾ നീങ്ങുക. പരാതി ഉണ്ടെങ്കിൽ പരാതി കൊടുക്കുക. എത്ര ഇരട്ടിപ്പോട്ടുണ്ടെങ്കിലും അതെല്ലാം വെട്ടിക്കുക. ഒരാളിനൊരു വോട്ട് മതി. അത് തന്നെയാണ് ജനാധിപത്യം. പക്ഷേ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥ പ്രശ്നത്തെ ഒളിച്ചു വെക്കുന്ന രീതിയിലാണ്, അല്ലെങ്കിൽ അതിനെ അഡ്രസ്സ് ചെയ്യുന്നില്ല. ഇന്നലെ ഇലക്ഷൻ കമ്മീഷൻ വന്ന് വളരെ വ്യക്തമായി കുറേ കാര്യങ്ങൾ പറഞ്ഞു. അതിനുശേഷവും ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. വെറുതെ തെരുവിലാണ് ഈ ബഹളമെല്ലാം നടക്കുന്നത്. അത് പൊളിഞ്ഞു പോകും, പപ്പടമായി പോകും. ഒരു കാരണവശമില്ല. കാരണം അത് ഭരണഘടനാ സ്ഥാപനമായതുകൊണ്ട് കോടതിയിൽ പോയാൽ പോലും നിൽക്കുകയില്ല. വളരെ കൃത്യമായി പ്രൊസീജിയർ അനുസരിച്ച്, നടപടിക്രമം അനുസരിച്ച് പരാതികൾ കൊടുക്കുക. ഇലക്ഷൻ കമ്മീഷനിൽ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായ നടപടിയെടുക്കുക. അങ്ങനെ വരുമ്പോൾ സംസ്ഥാന തലത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർക്കും അത് ബുദ്ധിമുട്ട് വരും. അതൊന്നും നോക്കേണ്ട കാര്യമില്ല. കർശനമായ നിയമ നടപടികൾ നടക്കട്ടെ. നമ്മുടെ ഇലക്ഷൻ വോട്ടേഴ്സ് ലിസ്റ്റ്, വോട്ടർ ID വളരെ മനോഹരവും സുതാര്യമായിട്ടുള്ളത് തന്നെയായി മാറി വരട്ടെ.